നമ്മുടെ BJP എന്ന് പറയുന്ന വർഗീയ ലഹളയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം സംഘടനയുടെ ഒരു തന്തയില്ലായ്മയും അവരുടെ പോക്രിത്തരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തിൻ്റെയൊക്കെ പേരിലാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഇവരുടെ ഈ കുരുപൊട്ടൽ. അപ്പോൾ എന്തിനേക്കോ വലിയ രീതിയിൽ ഭയക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ്. നമുക്കറിയാം ചാണകസംഖികൾ എങ്ങനെയുള്ളവരാണെന്നും ചാണകസംഖികളുടെ നിലപാട് എന്താണെന്നും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, ഞാനൊക്കെ തന്നെ ഒരുപാട് ആദരണീയനായിട്ട് കണ്ടിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ബഹുമാനത്തോടുകൂടി ഞാൻ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് പറയുന്ന ഷോയിലൊക്കെ സിനിമയിൽ അതിന് മുൻപേ അറിയാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടി വന്ന സമയത്തൊക്കെ സുരേഷ് ഗോപിയുടെ ഒരുപാട് ഇടപെടലുകളും അങ്ങനെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, ധനസഹായം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് അദ്ദേഹത്തിൽ ഞാൻ ഇൻസ്പയർ ആയിട്ട് ഒരുപാട് റോൾ മോഡലാക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയൊക്കെയാണ് ഈ സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപി ആദ്യമൊക്കെ തൃശ്ശൂർ നിൽക്കുന്നു, തൃശ്ശൂർ പലതവണയായിട്ട് തോറ്റു പോകുന്നു. ആ സമയത്തും സുരേഷ് ഗോപി ഉറച്ച നിലപാടിൽ നിന്നിട്ട് പറയുന്നു, തൃശ്ശൂർ എനിക്ക് വേണം.